ജൂൺ 27-ാം തീയതി രാവിലെ എന്ന് വരുന്ന കുട്ടിച്ചൂരയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 5:45 മണിയായിട്ടുണ്ട്. എന്നാലും തമിഴ്നാട് 2 വള്ളക്കാരാണ് കേട്ടോ. തമിഴ്നാട് 2 വള്ളക്കാരാണ് കരയ്ക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് ലാസ്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു വള്ളത്തിലെ കുട്ടിച്ചൂരയാണ് നമ്മൾ ഈ കാണുന്നത്. രാവിലെ എന്ന് വരുന്ന കുട്ടിച്ചൂര തന്നെയാണ്, വേറെ മീനുകളൊന്നും കൂടുതലായിട്ടില്ല. ഈ കാണുന്നത് കണ്ടോ, ഈ കാണുന്ന കുട്ടിച്ചൂരയെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. അതായത് ഒരു വള്ളത്തിലെ കുട്ടിച്ചൂരയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു കുട്ടിച്ചൂരയ്ക്ക് ലേലവിളി കഴിഞ്ഞതിന് ശേഷമേ അവർ കമ്പനിക്കാരെടുത്തതിന് ശേഷം ഇതാ കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ്. അവിടെ ഷെഡിലോട്ട് കൊണ്ടുവന്നൊരു കാഴ്ചകളാണ്. മീൻ കണ്ടോ, ഈ കാണുന്നതെല്ലാം 100 എണ്ണ വീതമാണ്. ഒരു തൊട്ടിയിൽ 100 എണ്ണ വീതം എണ്ണി എടുക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വില കുറവുണ്ട്. കാരണം ഈ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, ഇതെല്ലാം കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതെല്ലാം കമ്പനിക്കാർ അടങ്കലമായിട്ട് എടുത്തത് കൊണ്ട് കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്ന കാര്യം സംശയമാണ്. സമയം ഒരുപാട് താമസിച്ച് വരാനുള്ള കൂട്ടുകാരൊക്കെ നേരത്തെ വന്നിരുന്നെങ്കിൽ അത്യാവശ്യം രാവിലെ ഏകദേശം ഒരു 9 മണിക്ക് ശേഷം വരാൻ തുടങ്ങിയ കുട്ടിച്ചൂരകളാണ്. ആ സമയം വന്നെങ്കിൽ ഇവർക്ക് കിട്ടിയ തന്നെ. പിന്നെ ചെറിയ ഫൈബർ വള്ളക്കാർക്ക് വന്നിട്ട് ചെമ്മീൻ, നവരെന്ന് പറഞ്ഞിട്ടുള്ള ചെമ്മീൻ, അതുപോലെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. സമയം താമസിച്ച് ഇപ്പോൾ 1-2 ഫാമിലിയൊക്കെ നമ്മളോട് ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ എന്താ മീനില്ലാത്തത്. സമയം താമസിച്ച് വന്നു കഴിഞ്ഞാൽ എവിടെയാണ്, വള്ളക്കാർ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനിയും നാളെ ഞായറാഴ്ചയാണ്. നാളെ ഞായറാഴ്ച ഇവിടെ വള്ളക്കാരൊന്നും പണിക്ക് പോകത്തില്ലാത്ത കാര്യം നമ്മുടെ കൂട്ടുകാർക്കറിയാം. ഈ കാണുന്ന ഒരു കാഴ്ച കണ്ടല്ലോ. അപ്പോൾ ഇനിയും ഏക ഒരു ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന നമ്മുടെ ചേച്ചിമാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മീനൊക്കെ വാങ്ങാം കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഇനിയും കാര്യമുണ്ട്, ചേട്ടാ അവിടെ ഇരിക്കുന്ന മീനൊക്കെ എങ്ങനെയാണ്. അതൊക്കെ ഇവിടുത്തെ മീനുകൾ തന്നെയാണ്, നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ മീനുകൾ തന്നെയാണ്. വെളിയിൽ നിന്നൊന്നും മീനൊന്നും വാങ്ങിച്ച് വെച്ചിട്ട് ഇവിടെ കച്ചവടം ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇനി വരാനിരിക്കുന്നവരാണെങ്കിൽ ഇനി സമയം താമസിച്ച് ഒരുപാട് സമയമൊക്കെ കഴിഞ്ഞ് ഇനി വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതെല്ലാം കമ്പനിക്കാരെടുത്ത് ചവിട്ടുകാരെ കൊണ്ട് വണ്ടിയിലോട്ട് നിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇറക്കിക്കോട് ചേച്ചി, ഇറക്കിക്കോട്. ബോട്ട് തികഞ്ഞല്ല. അപ്പം മീനുകളൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മീനിൻ്റെ വിലയൊക്കെ കുറയും, നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ. അപ്പം ഇപ്പോൾ പോയ ഒരാഴ്ചയിലും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് അത്യാവശ്യം കുട്ടിച്ചൂരയൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് ഈ കാണുന്നത് വിഴിഞ്ഞ വള്ളമാണ്. കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് തമിഴ്നാട് വള്ളക്കാരാണ്. അവർ ഒരു പ്രാവശ്യം വല വിട്ട് മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2-ാം പ്രാവശ്യം ട്രൈ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സമയം താമസിച്ചിരുന്ന വള്ളക്കാരായിരുന്നാലും നമ്മൾ തമിഴ്നാട് വള്ളക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഒരു കാര്യം, അതാണ്ട് ദൂരോട്ട് കാണുന്ന ഒരു വള്ളം കണ്ടോ, തമിഴ്നാട് വള്ളമാണ്. അതായത് ഇവർ വലയിൽ കിട്ടിയ മീൻ മാക്സിമം ഇവർ വലിച്ച് കയറ്റിയതിന് ശേഷം അതിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് ബാക്കിയുള്ള മീനിനെ വലയുമായിട്ട് വലിച്ചിട്ടിട്ടാണ് കരയ്ക്ക് വരുന്നത്. അപ്പോൾ ഇവർ ആ അഴിച്ചു മാറ്റിയ മീൻ നേരത്തെ തന്നെ ഇവിടെ ലേലത്തിൽ കൊടുക്കും. അത് കഴിഞ്ഞ് 2-ാം പ്രാവശ്യം ആ കൊണ്ടുവരുന്ന മീനിന് എന്തായാലും ഇതിനേക്കാൾ റേറ്റ് കുറയാനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം ഒരുപാട് സമയമാകുമ്പോഴത്തേക്കും കുട്ടിച്ചൂരയുടെ ആ ഒരു കാലാവധി കഴിയും. അതാണ് വിഷയം. ഒരു വള്ളത്തിലെ മീൻ ഏകദേശം ഒരു 15 തൊട്ടിയോളം മീനുകളുണ്ട്. ഇനി ഇവർക്ക് മീനുണ്ട്. ഈ മീൻ കൊണ്ടുവന്ന വള്ളക്കാർക്ക് ഇനിയും മീനുണ്ട്. ആ വള്ളക്കാരാണ് ദൂരോട്ട് കാണുന്ന വള്ളം, തമിഴ്നാട് വള്ളക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി ഏതായാലും സമയം താമസിച്ച് വന്നു കഴിഞ്ഞാലൊന്നും മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞായറാഴ്ച രാത്രി 11 മണി മുതലായിരിക്കും ഇവിടെ ലേലവിളി ആരംഭിക്കുന്നത്. അപ്പോൾ ആ ടൈമിന് വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ വള്ളങ്ങൾ വരും. ഞായറാഴ്ച രാത്രി 11 മണി മുതൽ തുടങ്ങുന്ന ആ ഒരു വള്ളം പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരം മാക്സിമം നമുക്ക് ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഈ ടൈമിന് മീനുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാമേ. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ.